പാതാളത്തവള അല്ലേ, അത് വംശനാശ ഭീഷണി നേരിടുന്നതാണ്, അപൂർവമായി മാത്രം കാണുന്നതാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. ഇതാ ഇടുക്കിയിൽ വീണ്ടും ഈ കക്ഷിയെ കണ്ടെത്തിയിരിക്കുകയാണ്. സഹ്യപർവ്വത നിരകളിൽ മാത്രമാണ് സാധാരണ ഇവയെ കാണുക, വളരെ അപൂർവമാണ്. ഉടുമ്പൻചോലയിലാണ് മണ്ണൊക്കെ മാന്തിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ജോലിക്കിടെ മണ്ണ് ഇളക്കി ജോലി ചെയ്യുന്നതിനിടെ ഇതാ കാണുന്നു പാതാളത്തവളയെ. പാതാളത്തവള, പന്നിമൂക്കൻ തവള, മഹാബലി തവള എന്നൊക്കെ മലയാളികൾ വിളിക്കുന്ന പർപ്പിൾ ഫ്രോഗ് സാധാരണ തവളകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ശാസ്ത്ര സമൂഹം ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിലുകളായി കണക്കാക്കുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഉടുമ്പൻചോലയിൽ പാതാളത്തവളയെ കണ്ടെത്തുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഉടുമ്പൻചോലയിലെ മാവടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിയിടത്തിൽ തവളയെ കണ്ടത്. വനം വകുപ്പ് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് നാട്ടുകാർ തവളയെ കണ്ടെത്തിയിടത്ത് തന്നെ തിരികെ വിട്ടു. രാവിലെ 10 മണിയായപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വീട്ടിൽ പണിയാൻ വന്നു. ആ സമയത്ത് റബ്ബറിന്റെ പ്ലാറ്റ്ഫോം വെട്ടുമ്പോൾ മണ്ണിന്റെ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇതിനെ കിട്ടുന്നത്. മാറ്റി വെച്ചിരുന്നു, ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെ കാണാനില്ല. വീണ്ടും ഞങ്ങൾ അവിടെ നോക്കി കാണാനില്ല. പിന്നെ അവിടെ മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു 2.5 മീറ്റർ അടിയിൽ നിന്നാണ് ഇത് തിരിച്ചു കിട്ടിയത്. ഇതിന് അതേ ആവാസ വ്യവസ്ഥ തന്നെ തുറന്നു വിടാൻ പറ്റുന്നതാണ്. ഏകദേശം 7 സെന്റിമീറ്റർ വരെ നീളമുള്ള പാതാളത്തവള ജീവിതത്തിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായിരിക്കും. ചിതലുകളാണ് ഇവയുടെ മുഖ്യ ആഹാരം. വിരകളെയും ഭക്ഷിക്കും. മൺസൂൺ കാലത്ത് പ്രത്യുൽപാദനത്തിനായാണ് ഇവ മണ്ണിനു മുകളിലേക്ക് എത്തുന്നത്. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണുന്ന പാതാളത്തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയാക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മുൻപ് സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നെങ്കിലും പ്രഖ്യാപനമുണ്ടായില്ല. 2003 ഇടുക്കി ജില്ലയിൽ തന്നെയാണ് പാതാളത്തവളയെ ആദ്യമായി കണ്ടെത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, കുമളി. നന്ദുഷ നമുക്കൊപ്പം ചേരും. നന്ദുഷ, ഇതിന്റെ ക്ലോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഭീമാകാര ജീവിയെന്ന് തോന്നും, പക്ഷെ കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുകം നിറഞ്ഞൊരു എന്താ പറയുക, ഒരു പഞ്ഞിക്കെട്ട് പോലെ ഒരു ജീവിയാണ്. അപ്പോൾ ആളുകൾ അതിനെ ഉപദ്രവിക്കാത്ത ഭാഗ്യമായി കൃത്യമായി വനംവകുപ്പിനെ അറിയിച്ചു, അവിടെ തന്നെ അതിനെ വിട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കാം. എങ്ങനെയാണ് ഇതിനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ വനംവകുപ്പ് എന്തെങ്കിലും നാട്ടുകാരോടൊക്കെ പറഞ്ഞോ? ഇനിയും വേറെ ആ ഇടങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലെ കണ്ട സംഭവങ്ങളുണ്ടോ? നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന തവളകളേക്കാൾ ഏറെ വ്യത്യസ്തമാണ് ഈ പാതാളത്തവള. ഒരു പർപ്പിൾ നിറമാണ്, പർപ്പിൾ ഫ്രോഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതോടൊപ്പം 7 സെൻറ്റിമീറ്റർ നീളമുണ്ട്. കുറച്ചും കൂടി ഒരു പതുങ്ങിയ ശരീരപ്രകൃതമാണ്. മാത്രമല്ല ഇതിൻ്റെ ജീവിത കാലയളവിൽ ഏതാണ്ട് ഭൂരിഭാഗം സമയവും മണ്ണിനടിയിൽ തന്നെയാണ് ഇത്തരം തവളകൾ താമസിക്കുന്നത്. ഇണചേരാൻ മാത്രം മൺസൂൺ കാലത്താണ് ഇത് പുറത്തു വരുന്നത്. മറ്റുള്ള സമയങ്ങളിലൊക്കെ തന്നെ മണ്ണിൻ്റെ മീറ്ററുകളോളം താഴ്ചയിലാണ് ഈ പാതാള തവളകളെ കാണുന്നത്. മറ്റൊരു പ്രത്യേകത, ഇത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെയും അതിരുകൾ ചേർന്ന് നടക്കുന്ന സഹ്യപർവ്വത മലനിരകളിലും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട വനമേഖലകളിലും മാത്രമാണ് ഈ തവളകളെ കാണുന്നത്. 2003 തിരുവനന്തപുരത്ത് പാലോട് നിന്നുള്ള കുറച്ച് സസ്യശാസ്ത്രജ്ഞർ, ജന്തുശാസ്ത്രജ്ഞരൊക്കെ ഇടുക്കി ജില്ലയിൽ വന്ന് പര്യവേഷണം നടത്തുന്നതിനിടെയാണ് ആദ്യമായി ഈ പാതാള തവളയെ ആദ്യം കണ്ടെത്തുന്നത്. അതിനുശേഷം പിന്നീട് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളിൽ പലയിടത്തും ഈ തവളകളെ കണ്ടെത്തി. പിന്നീടൊരു വലിയ ഇടവേളയായിരുന്നു. പിന്നീട് കുറേ നാൾ ഈ തവളകളെ കാണാനില്ലായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായതിനാൽ വളരെ ആശങ്കയോടെയാണ് ഈ ജീവശാസ്ത്ര ലോകം ഇതിനെ വീക്ഷിച്ചിരുന്നത്. അതിന് പിന്നീട് വളരെയേറെ കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഉടുമ്പൻചോലയിൽ മാവടി എന്ന സ്ഥലത്ത് കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു പറമ്പിൽ ഈ മണ്ണിളക്കിയുള്ള ജോലി ചെയ്യുന്നതിനിടെ മണ്ണിനടിയിൽ നിന്നും ഈ തവളയെ കണ്ടത്. ഏതായാലും മൺവെട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ഇതിന് പരിക്കൊന്നും ഏൽക്കാതെ തന്നെ ഈ തവളകളെ നമുക്ക് കിട്ടി. തവളയെ കിട്ടി. ആ തവളയെ